കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഋതുഭേദങ്ങളും സമയവും എന്ന ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ആദ്യ ടോപ്പിക്ക് ആ ഋതുവ്യത്യാസങ്ങളുടെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനലൈസ് ചെയ്യുകയുണ്ടായി. ആ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമായ ടൈം കാൽക്കുലേഷൻ, സമയനിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, ശരിക്ക് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് സമയം നിർണ്ണയിക്കുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13 എടുക്കുക. അതിലുണ്ടാകും ഒരു നീല ബോക്സ്, നീല പെട്ടിക്കോളം കാണാൻ പറ്റും. ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അതിലുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. മലയാളത്തിലെ സഞ്ചരിക്കുന്ന സാഹിത്യകാരനാരാ? എസ് കെ പൊറ്റക്കാട്. മലയാളത്തിലെ സഞ്ചരിക്കുന്ന സാഹിത്യ കുലപതിയാണ് എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാടിൻ്റെ പാതിരാസൂരിൻ്റെ നാട്ടിലെന്ന ഒരു യാത്രാ വിവരണ പുസ്തകമുണ്ട്. അതിലെ ചില പ്രസക്ത ഭാഗമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്താണെന്ന് പരിശോധിക്കാം. അദ്ദേഹം പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്, ഞങ്ങൾ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 12 മണി. എസ് കെ പൊറ്റക്കാടും സംഘവും നോർവേയിലേക്ക് ടൂർ പോയി. പാതിരാസൂരിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. നോർവേയിലേക്കൊരു യാത്ര നടത്തി. അങ്ങനെ നോർവേയിൽ അദ്ദേഹം വിമാനം ഇറങ്ങി. ആ വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഇതുണ്ടായ അനുഭവമാണ് ഇവിടെ എഴുതി വെക്കുന്നത്. അദ്ദേഹം വിമാനം ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ ക്ലോക്കിലേക്ക് സമയം നോക്കി. അപ്പോൾ ക്ലോക്കിൽ സമയം 12 മണി കണ്ടു. 12 മണിയാണ്. അപ്പോൾ വാച്ചിലെ ക്ലോക്ക് നോക്കിയപ്പോൾ സമയം 12 മണി. 12 തന്നെ. എല്ലാവരും വാച്ചിൽ സമയം 5.5 മണിക്കൂർ പിന്നോട്ട് തിരിച്ചു വെക്കണമെന്ന് എയർ ഹോസ്റ്റസ് അറിവ് തന്നു. ആരാ എയർ ഹോസ്റ്റസ്? വിമാനത്തിലുണ്ടാവുന്ന ജോലിക്കാരി. അവൾ അനൗൺസ് ചെയ്തു, എന്ത്? എല്ലാവരും വാച്ചിൽ സമയം 5.5 മണിക്കൂർ പിന്നോട്ട് തിരിച്ചു വെക്കണം. വാച്ചിൽ സമയം 5.5 മണിക്കൂർ ബാക്കിലേക്ക് തിരിച്ചു വെക്കണമെന്ന് അനൗൺസ് ചെയ്തു. അപ്പോഴാണ് എസ് കെ പൊറ്റക്കാട് വാച്ചിലേക്ക് നോക്കുന്നത്. എന്നിട്ട് വാച്ചിലെ സൂചി ഇങ്ങനെ ബാക്കിലേക്ക് 5.5 മണിക്കൂർ തിരിക്കാൻ നോക്കുക. നേരത്തെ അദ്ദേഹം നോക്കിയത് ആ വിമാനത്താവളത്തിലെ ക്ലോക്കിലേക്കാണ്. ആ ക്ലോക്കിലെ സമയമാണ്, വിമാനത്താവളത്തിലെ ക്ലോക്കിലെ സമയമാണ് 12 മണി. എല്ലാവരും വാച്ചിലെ സമയം 5.5 മണിക്കൂർ ബാക്കിലേക്ക് തിരിച്ചു വെക്കണമെന്ന് എയർ ഹോസ്റ്റസ് അനൗൺസ് ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം തൻ്റെ വാച്ചിലെ സമയം നോക്കുന്നത്. അപ്പോൾ വാച്ചിലെ സമയം 5:30. എസ് കെ പൊറ്റക്കാടിൻ്റെ വാച്ചിലെ സമയം 5:30. എന്താ പറഞ്ഞത്? ഇനി 5.5 മണിക്കൂർ ബാക്കിലേക്ക് തിരിച്ചു വെക്കണം എന്നാ. അപ്പോൾ വാച്ചിലെ സമയം 5:30. 5:30 മണിയിൽ നിന്ന് 5.5 മണിക്കൂർ ബാക്കിലേക്ക് തിരിച്ചു വെക്കാൻ പറയാം. അപ്പോൾ 5:30 നിന്ന് 5.5 മണിക്കൂർ കുറച്ച് വെക്കുക. 4:30, 3:30, 2:30, 1:30, 12:30. 5 മണിക്കൂർ കുറച്ചപ്പോൾ 12:30. ഇനി ആരെയും കൂടിയും കുറച്ചാൽ 12. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, എസ് കെ പൊറ്റക്കാട് ഇന്ത്യയിലെ സമയമുള്ള വാച്ച് കിട്ടിയിട്ടാണ് പോയത്. ഇന്ത്യൻ സമയം 5:30. നോർവേയിലെ സമയം 12 മണിയാണ്. ഇന്ത്യൻ സമയവും നോർവേയിലെ സമയവും തമ്മിൽ 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ സമയത്തേക്കാൾ 5.5 മണിക്കൂർ പിന്നിലാണ് നോർവേയിലെ സമയം എന്നല്ല ഇത് മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങോട്ട് ചോദിക്കുക, പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിൻ്റെ പാതിരാസൂരിൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണത്തിലെ പ്രസക്ത ഭാഗം നിങ്ങൾ വായിച്ചില്ലേ? വായിച്ചു നോക്കണത്. വിവിധ രാജ്യങ്ങളിലെ സമയം ഇന്ത്യൻ സമയത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നത് ബോധ്യമാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലെ സമയം ഒരുപോലെയല്ല. വിവിധ രാജ്യങ്ങളിലെ സമയം ഇന്ത്യൻ സമയത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യമായി. സമയനിർണ്ണയത്തിലെ ഈ വ്യത്യാസം എന്തുകൊണ്ട്? എന്താണ് ടൈം കാൽക്കുലേഷൻ ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം? പണ്ടുകാലത്ത് സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ടും സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നീള് നോക്കിയിട്ടൊക്കെയായിരുന്നു സമയം കണക്കാക്കിയിരുന്നത്. സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ടും സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നീള് നോക്കിയിട്ടൊക്കെയായിരുന്നു പണ്ട് സമയം കണക്കാക്കിയിരുന്നത്. സൂര്യൻ നമ്മൾ തൻ്റെ നേരെ മുകളിലാണ് ഈ പറയും ഉച്ച 12 നൂൺ, ഉച്ചക്ക് 12 മണി എന്നാ പറയാം. സൂര്യൻ ഈ ഭാഗത്താണ് ഈ പറയും ഉച്ച ആയിട്ടില്ല, ഈ ഭാഗത്താണ് ഈ ഉച്ച കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് മണിക്കൂറും മിനിറ്റും സെക്കൻഡൊക്കെ കിട്ടുമോ?
കിട്ടൂല. നീളം നോക്കിയിട്ടൊക്കെ സമയം കണക്കാക്കിയിരുന്നത്. ഇങ്ങനെ ഒരു പ്രദേശത്തിലെ സൂര്യൻ്റെ സ്ഥാനം നോക്കി നിർണ്ണയിക്കുന്ന ആ സമയത്തെ വിളിച്ച പേരാണ് പ്രാദേശിക സമയം. എന്താണ് പ്രാദേശിക സമയം? ഓരോ പ്രദേശത്തിലെയും സൂര്യൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി നിർണ്ണയിക്കുന്ന സമയമാണ് പ്രാദേശിക സമയം. ഒരു വർഷം ചോദിച്ചു പരീക്ഷയ്ക്ക്, എന്താണ് പ്രാദേശിക സമയം? ഓരോ സ്ഥലത്തിലെയും സൂര്യൻ്റെ ഉച്ചസ്ഥാനം അല്ലെങ്കിൽ സൂര്യൻ്റെ പൊസിഷൻ, സൂര്യൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി നിർണ്ണയിക്കുന്ന സമയമാണെന്ത്? പ്രാദേശിക സമയം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മളെ ഇന്ത്യ രാജ്യം വലിപ്പത്തിൽ 7ാം സ്ഥാനമുണ്ട്. ആ ഇന്ത്യ രാജ്യത്ത് 29 സംസ്ഥാനങ്ങളുണ്ട്. ഈ വിവിധ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഒരേ സമയമാകുമോ? ഇതാണ് നമ്മൾ ചർച്ചാ വിഷയം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എല്ലായിടത്തും ഒരേ സമയമാകുമോ? സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ട്, സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നീളം നോക്കിയിട്ടൊക്കെ സമയം കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്ത് എല്ലായിടത്തും ഒരേ സമയം ആയിക്കോണമെന്നില്ല. കാരണം വലിയ രാജ്യങ്ങളിൽ വ്യത്യസ്ത സമയം സൃഷ്ടിക്കാം. സൂര്യൻ്റെ സ്ഥാനം വ്യത്യസ്ത സമയത്ത് വരാറുണ്ട്. ഇപ്പോൾ നോക്കൂ, നമ്മളെ കേരളം ഇത് അവിടെ കിടക്കുന്നു. കേരളത്തിൽ ഇന്ന് എപ്പോഴേ നമുക്ക് ഉദയം, എപ്പോഴേ നമുക്ക് വെളിച്ചത്തെ സൂര്യപ്രകാശത്തെ 6 മണിക്ക്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേറ്റ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഏറ്റവും പടിഞ്ഞാറേറ്റ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇതവിടെ ഗുജറാത്ത്, ഇവിടെ അരുണാചൽ പ്രദേശ്. ഇതാ. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ട് സമയം നിർണ്ണയിക്കുകയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത സമയങ്ങളാവും. കാരണം ഇപ്പോൾ നോക്ക്, ഇന്ത്യൻ്റെ ഏറ്റവും കിഴക്കേറ്റുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. നമ്മളെ ഇവിടെ 6 മണിക്കാണ് ഉദയം, സൂര്യപ്രകാശം എത്തിയത്. നമ്മളെ ഇവിടെ 6 മണിക്ക് എത്തിയ അത്രയും സൂര്യപ്രകാശം 4 മണിയാകുമ്പോൾ തന്നെ അരുണാചൽ പ്രദേശിൽ എത്തുന്നുണ്ട്. നമുക്കിവിടെ 6 മണിക്ക് എത്തുന്ന അത്രയും ലൈറ്റ്, സൺലൈറ്റ്, സൂര്യപ്രകാശം പുലർച്ചെ 4 മണിക്ക് തന്നെ എവിടെ എത്തുന്നുണ്ട്? അരുണാചൽ പ്രദേശിൽ. അവിടെ നല്ല വെളിച്ച. 4 മണിക്ക് നമ്മളെ അവസ്ഥ എന്താ? ഇഷ്ടല്ലേ? അപ്പോൾ ഇവിടെ 4 മണിക്കെത്തും എങ്കിൽ ഇവിടെ 4:30-ക്കെത്തും, ഇവിടെ 5 മണിക്കെത്തും, ഇവിടെ 5:30-ക്കെത്തും, ഇവിടെ 6 മണിക്കെത്തും, ഇവിടെ 6:30-ക്കെത്തും, ഇവിടെ 7 മണിക്കെത്തും സൂര്യപ്രകാശം. അപ്പോൾ ഇന്ത്യ എന്ന സംസ്ഥാനത്ത് വ്യത്യസ്ത സമയങ്ങൾ, ഇന്ത്യ എന്ന രാജ്യത്ത് വ്യത്യസ്ത സമയങ്ങൾ സൃഷ്ടിക്കൂലേ? ഇനി അതേപോലെ തന്നെ അസ്തമയവും. ഇവിടെ 4 മണിക്ക് സൂര്യപ്രകാശത്തിൻ്റെ അത്ര സമയങ്ങളിൽ ഒരു 4:30-5 മണിയാകുമ്പോഴേക്കും ഇരുട്ടായി, അസ്തമിക്കാൻ തുടങ്ങി. 5 മണിക്ക് തന്നെ എന്തായാലും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. 5 മണിക്ക് ഇരുട്ടേ. നമ്മൾ നാട്ടിൽ 5 മണിക്ക് ഇരുട്ടാവലുണ്ടോ? ഇല്ല. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം നോക്കി സമയം നിർണ്ണയിച്ചാൽ ഒരു രാജ്യത്ത് വ്യത്യസ്ത സമയങ്ങൾ സൃഷ്ടിക്കും ഇല്ലേ? അങ്ങനെയുള്ള സമയമാണ് പ്രാദേശിക സമയം. അപ്പോൾ എന്താ പ്രാദേശിക സമയം? ഓരോ പ്രദേശത്തിലും സൂര്യൻ്റെ ഉച്ചനിലയെ, സൂര്യൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി നിർണ്ണയിക്കുന്ന സമയമാണ് പ്രാദേശിക സമയം. അവിടെ ചോദിക്കുന്ന ചോദ്യമാണ്, പ്രാദേശിക സമയമായി കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് വ്യത്യസ്ത സമയങ്ങൾ സൃഷ്ടിക്കും, അത് ഒരുപാട് കോംപ്ലിക്കേഷൻ, ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു രാജ്യത്ത് ഒന്നിൽ കൂടുതൽ സമയങ്ങൾ ഉണ്ടാവും. കാരണം സൂര്യൻ്റെ സ്ഥാനം നോക്കി സമയം നിർണ്ണയിക്കുകയാണ്. ഇവിടെ 4 മണിക്ക് സൂര്യപ്രകാശം എത്തി എങ്കിൽ ഇവിടെ 4:30-ക്കാണ് എത്തുന്നത്, ഇവിടെ 5 മണിക്ക് എത്തുകയാണ്, ഇവിടെ 5:30-ക്ക് എത്തുകയാണ്. ഈ പ്രദേശത്ത് 6 മണിക്ക്, ഇവിടെ 6:30-ക്ക്, ഇവിടെ 7 മണിക്ക് സൂര്യപ്രകാശം എത്തുമ്പോൾ ഒരു രാജ്യത്ത് ഒന്നിൽ കൂടുതൽ സമയങ്ങളാവും. ഒരു രാജ്യത്ത് ഒന്നിൽ കൂടുതൽ സമയങ്ങളായി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ബുദ്ധിമുട്ട്? ഒന്ന്, രാജ്യവ്യാപകമായി ഓടുന്ന തീവണ്ടിയുടെ യാത്രാ സമയക്രമം തയ്യാറാക്കാൻ കഴിയില്ല. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 14 ആ ചോദ്യമുണ്ട്. ആൻസർ അവിടെ ഇല്ല. 14 ആദ്യ ഭാഗത്ത് മഞ്ഞ ഷെയ്ഡിൻ്റെ ഭാഗത്തുണ്ടത്. ഇതാ ഒരു മഞ്ഞ ഭാഗത്തുണ്ടത്. എന്താ വെച്ചാൽ ഒരു രാജ്യത്ത് ഒന്നിൽ കൂടുതൽ പ്രാദേശിക സമയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ബുദ്ധിമുട്ട്? ഒന്ന്, രാജ്യവ്യാപകമായി ഓടുന്ന തീവണ്ടി യാത്രാ സമയക്രമം തയ്യാറാക്കാൻ കഴിയില്ല. എങ്കിൽ ഉറപ്പാ രാജ്യവ്യാപകമായുള്ള വിമാനയാത്രാ സമയക്രമം തയ്യാറാക്കാൻ കഴിയില്ല. ഒരു വിമാനത്തിൻ്റെ യാത്ര അറേഞ്ച്മെൻറ്റ് നടത്താൻ പറ്റൂല. അതേപോലെ തന്നെ റേഡിയോ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകാൻ കഴിയില്ല. സൂര്യൻ്റെ സ്ഥാനം നോക്കി സമയം നിർണ്ണയിക്കുകയാണെങ്കിൽ റേഡിയോ പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് നൽകാൻ കഴിയില്ല. എക്സാമ്പിൾ, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആൾ ഇന്ത്യ റേഡിയോയിലൂടെ പ്രസംഗിക്കും. രാത്രി 6 മണിക്ക്, അതാണ് അനൗൺസ്മെൻറ്റ്. അത് നമ്മളെ കേരളത്തിൽ 6 മണിയാണ് ഉദ്ദേശിച്ചത്. കേരളത്തിൽ 6 മണിയാണ്, വൈകിട്ട് 6 മണിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് ഇവിടെ അപ്പോൾ 4 മണിയേക്കാരം, ഇവിടെ അപ്പോൾ 7 മണിയേക്കാരം.
അപ്പോൾ അരുണാചൽ പ്രദേശുകാർ 4 മണിക്ക് റേഡിയോ ഓൺ ആക്കേണ്ടി വരും. ഗുജറാത്തുകാർ 7 മണിക്ക് റേഡിയോ ഓൺ ആക്കേണ്ടി വരും സൂര്യനെ നോക്കി സമയം നിർണ്ണയിക്കുകയാണെങ്കിൽ. അപ്പോൾ 6 മണിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുള്ള അനൗൺസ്മെൻറ്റ് ശരിയാണോ? അല്ല. എങ്കിൽ ടി വി പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകാൻ കഴിയില്ല. ടി വി പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകാൻ കഴിയില്ല. ഏഷ്യാനെറ്റ് ചാനലിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു പ്രത്യേക പരിപാടി, ഒരു സംഗീത കച്ചേരി. അപ്പോൾ വൈകുന്നേരം 6 മണിക്ക്, കേരളത്തിൽ 6 മണിയാണ് ഉദ്ദേശിച്ചത്. ആ പരിപാടി അരുണാചൽക്കാർക്ക് എപ്പോഴാണ് കാണാൻ പറ്റുക? 4 മണിക്ക്. ഗുജറാത്തുകാർ എപ്പോഴാണ് കാണാൻ പറ്റുക? 7 മണിക്ക്. എന്നാൽ ഇവിടുത്തെ ആളുകൾ എപ്പോൾ കാണാൻ പറ്റും? 4:30 കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ആ ഒരു പരിപാടിയുടെ ടൈം നിർണ്ണയിക്കാൻ പറ്റിയോ? ഇല്ല. അതേപോലെ തന്നെ രാജ്യവ്യാപകമായുള്ള പരീക്ഷകൾ നടത്താൻ ബുദ്ധിമുട്ടാണ്. ആൾ ഇന്ത്യ തലത്തിലുള്ള പരീക്ഷകൾ നടത്താൻ ബുദ്ധിമുട്ടാണ് ഈ എൻട്രൻസ് എക്സാമുകളൊക്കെ. രാജ്യമൊട്ടാകെയുള്ള ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒരേ സമയത്ത് പരീക്ഷ നടത്തണം. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവൂലേ? കാരണം പരീക്ഷ ആദ്യം ഇവിടെ തുടങ്ങും. ഇവിടെ ആദ്യം തുടങ്ങിയാൽ ആദ്യം അവസാനിക്കും ചെയ്യും. ഇപ്പം നോക്കൂ, ഇവിടെ നമ്മൾ 4 മണിയാണ് സങ്കല്പിക്കുക എങ്കിൽ അപ്പോൾ ഇവിടെ 7 മണിയാണ് സമയം ഉണ്ടാകുക. സൂര്യൻ നോക്കി സമയം കണക്കാക്കുകയാണെങ്കിൽ 3 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ 2 മണിക്കൂർ ആ പരീക്ഷയുടെ ഡ്യൂറേഷൻ സങ്കല്പിക്കുക എങ്കിൽ ഇവിടുത്തെ പരീക്ഷ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഇവിടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോഴേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവൂലേ? ഇപ്പോഴത്തെ കാലത്ത് വാട്സപ്പിൽ ഫോട്ടോ എടുത്ത് വിട്ടുകൊടുത്തൂടെ? അപ്പോൾ ആ പരീക്ഷയ്ക്ക് സാധ്യത ഉണ്ടോ? ഇല്ല. ഇതാണ് പ്രാദേശിക സമയം അല്ലെങ്കിൽ സൂര്യൻ്റെ സ്ഥാനം നോക്കി സമയം നിർണ്ണയിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഒരു വർഷം വന്ന ചോദ്യമാണ്, എന്താണ് പ്രാദേശിക സമയം? പ്രാദേശിക സമയങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ എന്തെല്ലാം? ചോദ്യം, എന്താണ് പ്രാദേശിക സമയം? പ്രാദേശിക സമയങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ എന്തെല്ലാം? ആൻസർ പറയാം. എന്താ പ്രാദേശിക സമയം? ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്തെയും സൂര്യൻ്റെ ഉച്ചനിലയെ, സൂര്യൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി നിർണ്ണയിക്കുന്ന സമയമാണ് പ്രാദേശിക സമയം. ഈ പ്രാദേശിക സമയങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ എന്തെല്ലാം? 1, രാജ്യവ്യാപകമായുള്ള തീവണ്ടി യാത്രാ സമയക്രമം തയ്യാറാക്കാൻ കഴിയില്ല. രാജ്യവ്യാപകമായുള്ള വിമാനയാത്രാ സമയക്രമം തയ്യാറാക്കാൻ കഴിയില്ല. റേഡിയോ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകാൻ കഴിയില്ല. ടി വി പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകാൻ കഴിയില്ല. രാജ്യവ്യാപകമായുള്ള പരീക്ഷകൾ നടത്താൻ ബുദ്ധിമുട്ടാണ്. എക്സാമുകൾ നടത്താൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് പ്രാദേശിക സമയങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ. ഹാവ് യു എനി ഡൗട്ട്? മനസ്സിലായോ? അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ് പ്രാദേശിക സമയം പഠിച്ചു. പ്രാദേശിക സമയങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ, അതാണ് എക്സാമിനവിടെ കുറച്ച് ചോദ്യം വരുന്നൊരു ഭാഗം. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം നോക്കി സമയം നിർണ്ണയിക്കൽ ശരിയായ രീതിയല്ല എന്ന് ബോധ്യമായി. സൂര്യൻ്റെ പൊസിഷൻ നോക്കിയിട്ട്, സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ട് സമയം നിർണ്ണയിക്കൽ ശരിയല്ല എന്ന് ബോധ്യമായി. പിന്നെ ആ രീതി നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എങ്ങനെയാണ് നമ്മൾ സമയം നിർണ്ണയിക്കുന്നത്? അതാണ് ചർച്ചാ വിഷയം. സമയം എങ്ങനെ കണക്കാക്കും? സമയം കണക്കൂട്ടണ്ടേ? എങ്ങനെ സമയം കണക്കാക്കും? സൂര്യനെ നോക്കി സമയം നിർണ്ണയിക്കാൻ പറ്റൂല. പിന്നെ എങ്ങനെയാണ് സമയം നിർണ്ണയിക്കുന്നത്? ഇതാണ് നമ്മൾ അടുത്ത ചർച്ചയുള്ള വിഷയം. സൂര്യനെ നോക്കി സമയം നിർണ്ണയിക്കൽ ശരിയായ രീതിയല്ല എന്ന് ബോധ്യമായി. അപ്പോൾ എങ്ങനെ നമ്മൾ സമയം കണക്കൂട്ടുന്നു എന്നുള്ളതാണ്. സൂര്യൻ്റെ സമയം കണക്കാക്കാൻ ഈ ഭൂമിയിൽ നമ്മൾ സമയം കണക്കൂട്ടുന്നത്, നോക്കൂ, ഇത് ഭൂമി, ഇത് മാതൃക നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതാണ്. ഭൂമിയുടെ അച്ചുവണ്ടിൽ ഇങ്ങനെ സ്വയം കറങ്ങുന്നു. എന്താ പറയാ? ഭൂമി അതിൻ്റെ അച്ചുവണ്ടിൽ സ്വയം കറങ്ങുന്നതിന് എന്താ പറയാ? യെസ്, ഭ്രമണം. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 24 മണിക്കൂർ അല്ലേ? 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസമല്ലേ? ഭൂമിക്ക് ഒരു റൊട്ടേഷൻ. ഇപ്പോൾ നമ്മളെ ഇന്ത്യതാ ഇന്ത്യ ഭൂമി ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങി ഇവിടെ ഇന്ത്യ വീണ്ടും തിരിച്ചെത്തി. അങ്ങനെ തിരിച്ചെത്താൻ വേണ്ട സമയം ഞാനിപ്പോൾ കറക്റ്റ് കുറഞ്ഞ സമയം മതി. പക്ഷേ ഇത് ഭൂമി ഇങ്ങനെ കറങ്ങി വരത്തണമെങ്കിൽ 24 മണിക്കൂർ വേണം, ഒരു ദിവസം വേണം. അപ്പോൾ എങ്ങനെയാണ് ഈ സമയം നിർണ്ണയിക്കുന്നുള്ളതാണ്. നോക്ക്, ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് എടുക്കുന്ന സമയമാണ് 24 മണിക്കൂർ. ഭൂമി ഒരു ഗോളാകൃതിയാണ്. ഒരു വൃത്തത്തിൻ്റെ കോണളവ് എത്ര ഞങ്ങളെ പഠിപ്പിച്ച് മാഷ്? കണക്ക് മാഷ് എങ്ങനെ പഠിപ്പിച്ച്? യെസ്, 360 ഡിഗ്രിയാണ് അല്ലേ? 360 ഡിഗ്രിയുള്ള ഈ ഭൂമിക്ക് ഒരു പ്രാവശ്യം സ്വയം കറങ്ങാൻ വേണ്ട സമയമാണ് 24 മണിക്കൂർ.
360 ഡിഗ്രിയുള്ള ഭൂമിക്ക് ഒരു പ്രാവശ്യം അതിൻ്റെ അച്ചുകൊണ്ടിൽ ഇങ്ങനെ സ്വയം കറങ്ങാൻ വേണ്ട സമയമാണ് 24 മണിക്കൂർ, അഥവാ ഒരു ദിവസം. 24 മണിക്കൂറിനെ ഞാൻ മിനിറ്റിലേക്ക് മാറ്റുക. 24 × 60 സമം 1440 മിനിറ്റ്. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1440 മിനിറ്റിന് തുല്യമാണ്. അപ്പം 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 24 മണിക്കൂറാണ്, അല്ലെങ്കിൽ 1440 മിനിറ്റാണ്. എങ്കിൽ 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 1440 ഡിവൈഡഡ് ബൈ 360. കാൽക്കുലേറ്റർ വേണോ? എന്താ 0 ക്യാൻസൽ വിത്ത് വെട്ടിപ്പോവും. 144 ഹരിക്കണം 36 സമം 4 കിട്ടും. ഒഴിവുണ്ടാകുമ്പോൾ ഹരിച്ചു നോക്കുക. അപ്പം സമയമല്ല. അപ്പോൾ ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 4 മിനിറ്റ് കിട്ടി. 4 മിനിറ്റ്. 1440 മിനിറ്റാണിത്. അപ്പോൾ 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 4 മിനിറ്റ് കിട്ടി. എങ്കിൽ 2 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എത്ര കാലം? യെസ്, 8 മിനിറ്റ്. എങ്കിൽ 3 ഡിഗ്രിക്കോ 12 മിനിറ്റ്. 4 ഡിഗ്രി തിരിയാനോ 16 മിനിറ്റ്. 5 ഡിഗ്രി തിരിയാനോ 20 മിനിറ്റ്. 6 ഡിഗ്രിക്കോ 24. 7 ഡിഗ്രിക്കോ 28 മിനിറ്റ്. 8 ഡിഗ്രിക്കോ 32 മിനിറ്റ്. 9 ഡിഗ്രിക്കോ 36 മിനിറ്റ്. 10 ഡിഗ്രിക്ക് 40 മിനിറ്റ്. എങ്കിൽ 15 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 60 മിനിറ്റ്. 15 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എത്രയാണ്? 60 മിനിറ്റ്, അഥവാ 1 മണിക്കൂർ അല്ലേ? ഭൂമിക്ക് 15 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എത്ര കാലം? 1 മണിക്കൂർ, അഥവാ 60 മിനിറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഭൂമിക്ക് 360 ഡിഗ്രി കോണളവുള്ള ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം നമ്മൾ വേണ്ടെത്തി 4 മിനിറ്റാണ്. കാരണം 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 24 മണിക്കൂർ. ആ 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 1440 മിനിറ്റ്. എങ്കിൽ 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 1440 ഡിവൈഡ് ബൈ 360 സമയം 4 മിനിറ്റ്. അപ്പോൾ 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 4 മിനിറ്റ് ആണെങ്കിൽ 10 ഡിഗ്രിക്ക് 40 മിനിറ്റ്. എങ്കിൽ 15 ഡിഗ്രിക്ക് 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. അപ്പോൾ 15 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 1 മണിക്കൂറാണെങ്കിൽ 30 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എത്ര കാലം? യെസ്, 120 മിനിറ്റ്, അഥവാ 2 മണിക്കൂർ അല്ലേ? 2 hours. ഇനി ഈ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട്. അതുകൊണ്ട് തന്നെ കിഴക്കോട്ട് പോകുന്തോറും സമയം കൂടി വരുന്നു, പടിഞ്ഞാറോട്ട് പോകുന്തോറും സമയം കുറഞ്ഞു വരുന്നു. ഞാൻ ഒന്ന് വരച്ചു തരാം. അത് നോക്കൂ. ഇതൊരു നമുക്ക് ഡയറക്ഷൻ അറിയണം. ഇത് വടക്ക്, അപ്പോൾ ഇത് തെക്ക്. ഇത് പടിഞ്ഞാറ്, അപ്പോൾ ഇത് കിഴക്ക്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാ, വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ്. നോക്കുക, അങ്ങനെ പടിഞ്ഞാറ് നിന്നും ഇങ്ങനെ കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതിനാൽ കിഴക്കോട്ട് പോകുന്തോറും സമയം കൂടി വരുന്നു, പടിഞ്ഞാറോട്ട് പോകുന്തോറും സമയം കുറഞ്ഞു വരുന്നു. കിഴക്കോട്ട് പോകുന്തോറും സമയം കൂടി വരും, പടിഞ്ഞാറോട്ട് പോകുന്നതോടെ സമയം കുറഞ്ഞു വരും. ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് സമയം കൂടുകയും കുറയുകയും ചെയ്യും. കിഴക്കോട്ട് ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് സമയം കൂടും, പടിഞ്ഞാറോട്ട് ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് സമയം കുറയും ചെയ്യും. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 15 ഉണ്ടാകും ഒരു 3 ലൈൻസുകൾ. പേജ് നമ്പർ 15 എടുക്ക്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അതുകൊണ്ട് കിഴക്കോട്ട് പോകുന്നതോറും സമയം കൂടി വരുന്നു, പടിഞ്ഞാറോട്ട് പോകുന്നതോറും സമയം കുറഞ്ഞു വരുന്നു. പേജ് നമ്പർ 15 എടുത്തോ. അതിൽ 3 ലൈൻസ് കാണാൻ പറ്റുന്നുണ്ടോ? അത് മധ്യത്തിലുള്ള ആ ലൈൻസിലെ സമയം എത്ര കൊടുത്തു നോക്കി. 0 ഡിഗ്രിയിലെ സമയം എത്ര കൊടുത്തു നോക്കൂ. 0 ഡിഗ്രിയിൽ യെസ് 12. 12 നൂണിനാണ്. നൂൺ എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് 12 മണിയാണ്. എങ്കിൽ കിഴക്ക് 1 ഡിഗ്രിയിലെ സമയം എത്രയാണ് നോക്കി. 12:04. അപ്പോൾ 2 ഡിഗ്രിയിലോ 12:08. അങ്ങനെ 3 ഡിഗ്രിയിലോ 12:12. എങ്കിൽ 4 ഡിഗ്രിയിലോ 12:16. 5 ഡിഗ്രിയിലോ 12:20. അപ്പോൾ ഇങ്ങനെ കൂടി വരുന്നു അല്ലേ. ഇനി വെസ്റ്റ് പടിഞ്ഞാറ് നോക്ക്. പടിഞ്ഞാറ് 1 ഡിഗ്രിയിലെ സമയം എത്ര നോക്ക്. 11:56. നടുവിലെ സമയം, ആ 0-ത്തിലെ സമയം 12 മണിയാണ്. അപ്പോൾ അതാ പടിഞ്ഞാറ്, വെസ്റ്റ് ഭാഗത്തുള്ള 1 ഡിഗ്രിയിലെ സമയം 11:56. അപ്പോൾ 2 ഡിഗ്രിയിലോ 11:52.
എങ്കിൽ 3 ഡിഗ്രിയിലോ 11:48 അല്ലേ? അങ്ങനെ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. കിട്ടിയോ? ഒന്ന് വേറൊരു പറ്റി ചർച്ച ചെയ്യാം. ഇതാണ് ആ 0 ഡിഗ്രി രേഖ സങ്കല്പിക്കുക. ഈ 0 ഡിഗ്രി സമയം 6 മണിയാണ് സങ്കല്പിക്കുക. 6 മണി. ഇത് കിഴക്കാണ്, ഇത് പടിഞ്ഞാറുമാണ്. കിഴക്കോട്ട് സമയം കൂടി വരുന്നു, പടിഞ്ഞാറോട്ട് സമയം കുറഞ്ഞു വരുന്നു. കിഴക്കോട്ട് ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റാണ് സമയം കൂടുക, പടിഞ്ഞാറോട്ട് ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് സമയം കുറയും ചെയ്യും. അപ്പോൾ നോക്ക്, ഇത് കിഴക്ക്, ഇവിടെ 0 സമയം 6 മണിയാണ് എങ്കിൽ ഇവിടെ 1 ഡിഗ്രി സമയം എത്ര കാലം? 6:04. എങ്കിൽ 2 ഡിഗ്രിയിലോ 6:08. എങ്കിൽ 3 ഡിഗ്രിയിലോ 6:12. എങ്കിൽ 4 ഡിഗ്രിയിലോ 6:16. എങ്കിൽ 5 ഡിഗ്രിയിലോ 6:20. 6:20. എങ്കിൽ 6 ഡിഗ്രിയിലോ 6 ഡിഗ്രിയിൽ എത്ര കാലം? 6:24. 7 ഡിഗ്രിയിലോ 6:28. 10 ഡിഗ്രിയിലോ 6:40. എങ്കിൽ 15 ഡിഗ്രിയിലെ സമയം 7 മണി അല്ലേ? 15 ഡിഗ്രി സമയം 7 മണിയാണെങ്കിൽ 30 ഡിഗ്രി സമയം എത്രയാണ്? 8 മണി. എങ്കിൽ 45 സമയം എത്രയാണ്? 9 മണി. എങ്കിൽ 60 സമയം എത്രയാണ്? 10 മണി. എങ്കിൽ 75 സമയം 11 മണി. 90 സമയം 12 മണി അല്ലേ? അപ്പോൾ കിഴക്കോട്ട് ഇങ്ങനെ സമയം കൂടി വന്നു. അതേപോലെ പടിഞ്ഞാറോട്ട് സമയം കുറഞ്ഞു വരും. പടിഞ്ഞാർക്ക് ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് സമയം കുറഞ്ഞു വരികയാണ്. അപ്പോൾ പടിഞ്ഞാറ് 1 ഡിഗ്രി സമയം എത്ര കാലം? ഇവിടെ 6 മണിയാണ് കൊടുത്തത് ഈ 0. പടിഞ്ഞാറോട്ട് ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് സമയം കുറഞ്ഞു വരുന്ന പഠിപ്പിച്ച തിയറി. അപ്പോൾ പടിഞ്ഞാറ് 1 ഡിഗ്രി സമയം എത്ര കാലം? പറയ്. 5:56. ഓക്കെ, 5:56. എങ്കിൽ 2 ഡിഗ്രിയിലോ 5:52. എങ്കിൽ 3 ഡിഗ്രിയിലോ 5:48. എങ്കിൽ 4 ഡിഗ്രിയിലോ 5:44. എങ്കിൽ 5 ഡിഗ്രിയിലോ 5:40 അല്ലേ? എങ്കിൽ 15 ഡിഗ്രിയിലെ സമയം എത്ര കാലം? 5 മണി അല്ലേ? എങ്കിലോ 30 ഡിഗ്രിയിലെ സമയം 4 മണി. 45 3 മണി. 60 2 മണി. 75 1 മണി. 90 12. പുതിയ ദിവസമല്ല ഇത്. ഇതിപ്പോൾ തിങ്കളാഴ്ചയാണ്. ഇനി അപ്പുറത്ത് പോയാൽ തഴയ ദിവസമാവും. ഇനിയിപ്പോൾ 90 പോയിട്ട് 105 പോവുകയാണ്. 105 ഡിഗ്രിയിലെ സമയം 11 മണിക്കാലം. 11 പറയുമ്പോൾ തലേ ദിവസമാണ് അല്ലേ? ഇതിപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ, ഇതൊക്കെ തിങ്കളാഴ്ചയാണെങ്കിൽ ഇതേതേ കാലം ദിവസം? ഞായറാഴ്ച കാലം. കിട്ടിയോ? അപ്പോൾ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് സമയം നിർണ്ണയിക്കുന്നതാണ്. 360 ഡിഗ്രിയുള്ള ഭൂമിക്ക് ഒരു പ്രാവശ്യം അച്ചുകൊണ്ട് സ്വയം കറങ്ങാൻ വേണ്ട സമയം 24 മണിക്കൂർ അഥവാ ഒരു ദിവസം. 24 മണിക്കൂർ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 24 × 60 = 1440 മിനിറ്റ്. എങ്കിൽ 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 1440 / 360. 00 വെട്ടിപ്പോയി. 144 ഹരിക്കണം 36 = 4 മിനിറ്റ്. അപ്പോൾ ഭൂമിക്ക് 1 ഡിഗ്രി അതിൻ്റെ അച്ചുവണ്ടിൽ ഇങ്ങനെ തിരിയാൻ വേണ്ട സമയം 4 മിനിറ്റ്. 2 ഡിഗ്രിക്ക് അപ്പോൾ 8 മിനിറ്റ്. 10 ഡിഗ്രിക്ക് അപ്പോൾ 40 മിനിറ്റ്. 15 ഡിഗ്രിക്ക് 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. ഇനി ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഇത് പടിഞ്ഞാറ്, ഇത് കിഴക്ക്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഇങ്ങനെ ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് കിഴക്കോട്ട് പോകുന്തോറും സമയം ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് സമയം കൂടി വരുന്നു. പടിഞ്ഞാറോട്ട് പോകുന്തോറും ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് സമയം കുറഞ്ഞു വരുന്നു. കിട്ടിയോ? എനി ഡൗട്ട്? വായിച്ചു നോക്കണം, കൃത്യ പുസ്തകം വായിക്കണം. ഓക്കെ, അടുത്തൊന്നും പഠിക്കാനുള്ളതാണ് ഗ്രീനിച്ച് രേഖയും ഗ്രീനിച്ച് സമയവും. ഗ്രീനിച്ച് രേഖയും ഗ്രീനിച്ച് സമയവും. ഗ്രീനിച്ച് രേഖ 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖയാണിത് ഗ്രീനിച്ച് രേഖ. എന്നീ രേഖാംശ രേഖ അക്ഷാംശ രേഖ താഴെ ക്ലാസ് പഠിച്ചല്ലേ? നമ്മുടെ ഗ്ലോബിൽ അല്ലെങ്കിൽ മാപ്പിൽ ഇതുപോലെ വരുന്ന ലൈൻസുകളാണ് അക്ഷാംശ രേഖ. എന്നാൽ ഉത്തരധ്രുവത്തിൽ ദക്ഷിണധ്രുവത്തിലേക്ക് വരുന്ന രേഖകളാണ് രേഖാംശ രേഖ. ഉത്തരധ്രുവത്തിൽ നിന്ന് ദക്ഷിണധ്രുവത്തിലേക്ക് രേഖാംശ രേഖ. ഈ രൂപത്തിൽ വരുന്ന രേഖകളാണ്
ഗ്രീനിച്ച് എന്ന പട്ടണത്തിലൂടെയാണ് ഈ രേഖ ആദ്യമായിട്ട് കടന്നുപോയ കരഭാഗം. അവള് കൊടുത്ത പേരാണ് ഗ്രീനിച്ച് രേഖ. നോക്കാം, ഇതാണ് അത് ഇവിടെയാണ് ഗ്രീനിച്ച് രേഖ. ഈ കാണുന്ന രേഖയാണ് ഗ്രീനിച്ച് രേഖ. ഞാൻ മാർക്ക് ചെയ്യുന്നത് നോക്ക്. ഈ രേഖ കടലിലൂടെ പോകുന്നത്. കടലിലൂടെ പോകുന്ന ഈ രേഖ ഈ മഞ്ഞ രാജ്യം ഇംഗ്ലണ്ട്. ബ്രിട്ടൻ. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണ കേന്ദ്രം, ആകാശഗോളങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന കേന്ദ്രമുണ്ട്. അത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഗ്രീനിച്ച്. ആ ഗ്രീനിച്ച് എന്ന പട്ടണത്തിലൂടെ ഈ രേഖ ആദ്യമായി ടച്ച് ചെയ്ത കരഭാഗം, ആദ്യമായി സ്പർശിച്ച കരഭാഗം ഗ്രീനിച്ചാണ്. അതുകൊണ്ട് ഈ രേഖ പേര് കൊടുത്തു ഗ്രീനിച്ച് രേഖ. അപ്പൊ 0 ഡിഗ്രി രേഖാംശ രേഖയുടെ പേരാണ് ഗ്രീനിച്ച് രേഖ. ആ രേഖക്ക് ആ പേര് വരാനുള്ള കാരണം എന്താ? ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന പട്ടണത്തിലൂടെയാണ് ഈ രേഖ ആദ്യമായിട്ട് കടന്നുപോയ കരഭാഗം. അതുകൊണ്ട് ആ രേഖയെ കുറിച്ച പേരാണ് ഗ്രീനിച്ച് രേഖ എന്ന്. ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ 24 സമയമേഖല തിരിക്കാം. മാത്രമല്ല, ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും സമയം നിർണ്ണയിക്കുന്നത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും സമയം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ആ രേഖയെ കുറിച്ച പേരാണ് പ്രൈം മെറിഡിയൻ. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും സമയം നിർണ്ണയിക്കുക. അതുകൊണ്ട് ആ രേഖയുടെ പേരാണ് പ്രൈം മെറിഡിയൻ. ഒന്നുകൂടി, 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന പട്ടണത്തിലൂടെയാണ് ഈ രേഖ കടന്നുപോയ കരഭാഗം, ആദ്യമായി കടന്നുപോയ കരഭാഗം. അതുകൊണ്ട് ആ രേഖ പേര് കൊടുത്തു ഗ്രീനിച്ച് രേഖ എന്ന്. ആ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും സമയം നിർണ്ണയിക്കുക. അതുകൊണ്ട് ആ രേഖയെ വിളിച്ചു പ്രൈം മെറിഡിയൻ. അടുത്തത് അവിടെ പറയുന്ന ടോപ്പിക്കാണ് ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയിട്ട് ലോകത്തെ 24 സമയ മേഖലകളായി തിരിക്കാം. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ എത്ര സമയമേഖലയായി തിരിക്കാം? 24 സമയ മേഖലയായി തിരിക്കാം. ഓരോ സമയ മേഖലയും തമ്മിലുള്ള അകലം 15 മിനിറ്റ്. ഓരോ സമയ മേഖലയും തമ്മിലുള്ള സമയ വ്യത്യാസം 1 മണിക്കൂർ. കാരണം 15x4 60 മിനിറ്റ്. 1 ഡിഗ്രി തിരിയാനുള്ള സമയം 4 മിനിറ്റ് അല്ലേ? 10 ഡിഗ്രിക്ക് 40 മിനിറ്റ് അല്ലേ? 15 ഡിഗ്രിക്ക് 60 മിനിറ്റ് അല്ലേ? അപ്പൊ 15x4 60 മിനിറ്റ്, 1 മണിക്കൂർ. അപ്പൊ ഓരോ സമയ മേഖലകളും തമ്മിലുള്ള സമയ വ്യത്യാസത്തിലാണ് 1 മണിക്കൂർ. എന്നാൽ ഓരോ സമയ മേഖലകളും തമ്മിലുള്ള രേഖാംശീയ വ്യാപ്തി അകലത്തിലാണ് 15 ഡിഗ്രി. ഞാൻ വരച്ച് കാണിച്ചാൽ മതി. നോക്കാം. ഇപ്പൊ ഇതാണ് 0 ഡിഗ്രി രേഖാംശ രേഖ, ഗ്രീനിച്ച് രേഖ. ഇത് കിഴക്ക്, ഈ ഭാഗം കിഴക്കാണ്. ഇത് പടിഞ്ഞാറാണ്. ഈ ഭാഗം പടിഞ്ഞാറ്, കിഴക്ക്. 0 ഡിഗ്രി രേഖാംശ രേഖയുടെ പേര് ഗ്രീനിച്ച് രേഖ. ഇനി അപ്പോ മൊത്തത്തെ രേഖാംശങ്ങൾ വരയ്ക്കുന്ന ഗ്ലോബൽ മാപ്പിലും 360 രേഖാംശങ്ങൾ വരയ്ക്കാം. അതിൽ ഇവിടുന്ന് ഇങ്ങോട്ട് 150 വരയ്ക്കാം, ഇങ്ങോട്ട് 150 വരയ്ക്കാം. 150, 150, 360. അതിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാൽ എത്തുന്ന 150ാമത്തെ രേഖയും ഈ വെസ്റ്റിന് പടിഞ്ഞാറോട്ട് വരച്ചാൽ എത്തുന്ന 150ാമത്തെ രേഖയും രണ്ടും ഒന്നാണ്. ചർച്ച ചെയ്യാൻ ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പൊ കിഴക്ക് പറഞ്ഞത് ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ 24 സമയ മേഖലകളായി തിരിക്കാം. ഞാൻ ആ സമയ മേഖല രേഖപ്പെടുത്തുകയാണ്. 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ. ഇത് കിഴക്കാണ്. 15, 30, 45, 60, 75, 90, 105, 120, 135, 150, 165, 150. അതേപോലെ ഇങ്ങോട്ടും ഈ ഭാഗം 15, 30, 45, 60, 75, 90, 105, 120, 135, 150, 165, 180. അപ്പോ രേഖാംശത്തിൽ ഇങ്ങോട്ട് 150 വെച്ചു, ഇങ്ങോട്ട് 150 വെച്ചു, 150, 150. അപ്പൊ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ 24 സമയമേഖലയായി തിരിക്കാം. നോക്കൂ, ഇവിടെ ഈ ഗ്രീനിച്ച് രേഖയിലെ സമയം നമ്മൾ 8 മണിയാണ് സങ്കല്പിക്കാം. 8 AM രാവിലെ
8 മണിയാണ്. എവിടെ? 0 ഡിഗ്രി. ഇത് കിഴക്കാണ്. കിഴക്കോട്ട് സമയം കൂടി വരും, പടിഞ്ഞാറോട്ട് സമയം കുറഞ്ഞു വരും. ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് സമയം, ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് സമയം കൂടും. ഇങ്ങോട്ട് ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് സമയം കുറയും ചെയ്യും. ഇങ്ങോട്ട് കൂടെ പടിഞ്ഞാറോട്ട് കുറയാം. അപ്പൊ 0 ഡിഗ്രി സമയം 8 മണിയാണെങ്കിൽ ആദ്യം ഞാൻ കിഴക്ക് പറഞ്ഞത് 0 ഡിഗ്രി സമയം 8 മണിയാണെങ്കിൽ കിഴക്ക് 1 ഡിഗ്രി സമയം എത്രയായിരിക്കും? 8:04. ഓക്കെ. എങ്കിൽ കിഴക്ക് 2 ഡിഗ്രി സമയം എത്രയായിരിക്കും? 8:08. എങ്കിൽ കിഴക്ക് 3 ഡിഗ്രി സമയം എത്രയായിരിക്കും? 8:12. 4 ഡിഗ്രിയിലോ 8:14. 5 ഡിഗ്രിയിലെ 8:20. 10 ഡിഗ്രിയിലെ 8:40. എങ്കിൽ 15 ഡിഗ്രി സമയം 8:60 അല്ല, 9 മണി. 60 മിനിറ്റ് ഒരു മണിക്കൂർ വ്യത്യാസം. അപ്പോൾ 9 മണി. 15 സമയം 9 മണി. എങ്കിൽ 30 സമയം 10 മണി. എങ്കിൽ 45 സമയം 11 മണി. 60 സമയം 12 മണി. 75 സമയം 1 മണി, 2 മണി, 3, 4, 5, 6, 7, 8 അല്ലേ? ഇതൊക്കെ 8 AM, 9 AM, 10 AM, 11 AM, 12 ആവുമ്പോൾ നൂൺ, ഉച്ച. 1 മണി ആവുമ്പോൾ PM. ഇതൊക്കെ PM അല്ലേ? ഇത് രാത്രി 8 മണി. ഇനി അതേപോലെ ഇവിടെ 0 ഡിഗ്രി സമയം 8 മണി എങ്കിൽ പടിഞ്ഞാറ് 1 ഡിഗ്രി സമയം എത്രയായിരിക്കും? പടിഞ്ഞാറ് സമയം കുറയാന്ന് പഠിപ്പിച്ചത്. ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് സമയം പറയുന്നത്. അപ്പൊ പടിഞ്ഞാറ് 1 ഡിഗ്രി സമയം എത്രയായിരിക്കും? 0 സമയം 8 മണിയാണ് എങ്കിൽ പടിഞ്ഞാറ് 1 ഡിഗ്രി സമയം 7:56. എങ്കിൽ 2 ഡിഗ്രി സമയം 7:52. എങ്കിൽ 3 ഡിഗ്രി സമയം 7:48. 4 ഡിഗ്രി സമയം 7:44. 5 ഡിഗ്രി സമയം 7:40. എങ്കിൽ 15 ഡിഗ്രി സമയം 7 മണി. ഇവിടെ 8 ആണ്, ഇവിടെ 7 മണി. ഇവിടെ 6, ഇവിടെ 5, 4, 3, 2, 1, 12, 11, 10, 9, 8 അല്ലേ? അപ്പൊ നോക്ക്, ഈ ഗ്രീൻസ് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ 24 സമയമേഖല തിരിക്കാം. എണ്ണിത്തരാം. ഈ 0 മുതൽ 15 ഒരു സമയമേഖല. അപ്പൊ ഇവിടുന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 സമയമേഖല ഇവിടെ ഉണ്ട്. എങ്കിൽ ഇവിടെ ഉണ്ടാവും 12 സമയമേഖല അല്ലേ? 12 എത്ര? 24. അപ്പൊ ഗ്രീൻസ് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ എത്ര സമയമേഖല തിരിച്ചു? 24 സമയമേഖല. ഇനി ഓരോ സമയമേഖലകളും തമ്മിലുള്ള സമയ വ്യത്യാസം. ഇവിടെ 8 മണിയായപ്പോൾ 9 മണി, ഇവിടെ 10 മണി, ഇവിടെ 8 ആയപ്പോൾ 7, 6, 5. പറയും ഓരോ സമയമേഖലകളും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 1 മണിക്കൂർ അല്ലേ? ഓക്കെ. എങ്കിൽ ഓരോ സമയമേഖലകളും തമ്മിലുള്ള അകലം, രേഖാംശീയ അകലം എത്ര ഡിഗ്രിയാണ്? 15, 30, 45, 60, 75 അങ്ങനെ പോകുന്നത്. അപ്പൊ അവ തമ്മിലുള്ള അകലം എത്ര ഡിഗ്രിയാ? 15 ഡിഗ്രി അല്ലേ? അപ്പൊ ഭൂമിയെ 15 ഡിഗ്രി ഇടവേളകളുള്ള 24 സമയമേഖലയായി തിരിച്ചിട്ടുണ്ട്. ഓരോ സമയമേഖലയും തമ്മിലുള്ള സമയ വ്യത്യാസം 1 മണിക്കൂർ അല്ലേ? അപ്പൊ നോക്കൂ, മനസ്സിലാക്കി സമാന്തര ശ്രേണിയല്ലേ ഇത്? ഇതൊരു സമാന്തര ശ്രേണിയല്ലേ? 15, 30, 45, 60, 75 അങ്ങനെ പോകുന്നത് ആണ്. ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? 15. കിട്ടിയോ? ഒന്നാമത്തെ ചാപ്റ്ററിലെ മാത്സിലെ. ഓക്കെ. അപ്പൊ പറഞ്ഞത് ഗ്രീൻസ് രേഖ 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീൻസ് രേഖ. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഗ്രീൻസ് എന്ന പട്ടണത്തിലൂടെയാണ് ഈ രേഖ ആദ്യമായിട്ട് കടന്നുപോയ കരഭാഗം. അതുകൊണ്ട് ആ രേഖയെ വിളിച്ച പേരാണ് ഗ്രീൻസ് രേഖ എന്ന്. ആ ഗ്രീൻസ് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും സമയം കണക്കാക്കുന്നത്. അതുകൊണ്ട് ആ രേഖയെ വിളിച്ചു പ്രൈം മെറിഡിയൻ. ഇനി ഗ്രീൻസ് രേഖ അടിസ്ഥാനമാക്കി ലോകത്തെ 24 സമയമേഖലയായി തിരിക്കാം. ഓരോ സമയമേഖലയും തമ്മിലുള്ള അകലം 15 ഡിഗ്രി. ഓരോ സമയമേഖലയും തമ്മിലുള്ള സമയ വ്യത്യാസം 1 മണിക്കൂർ. മനസ്സിലായോ? ആ ഭാഗം വായിച്ചു നോക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഒരു വർഷം പ്രൈം മെറിഡിയൻ ചോദിച്ചിട്ടുണ്ട്. ഒരു വർഷം 1 മാർക്കിന്റെ ചോദ്യം ഇങ്ങനെയാണ്: ഗ്രീൻസ് രേഖ അടിസ്ഥാനമാക്കി ലോകത്തെ എത്ര സമയമേഖലയായി തിരിക്കാം? സമയമേഖല 24 സമയമേഖല. ചോദിച്ചാൽ ആൻസർ ചെയ്യില്ലേ?
ഓക്കെ. ഇനി ഇങ്ങനെ സമയമാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂര്യന്റെ സ്ഥാനവും സമയം നിർണ്ണയിക്കുമ്പോൾ ബുദ്ധിമുട്ട് പറഞ്ഞു. എന്താ സൂര്യന്റെ സ്ഥാനം നിർണ്ണയിക്കുന്ന സമയത്ത് എന്താ വിളിക്കുക? പ്രാദേശിക സമയം. ആ പ്രാദേശിക സമയം കണക്കാക്കിയാലുള്ള ബുദ്ധിമുട്ട് എന്താ? ഒരു രാജ്യത്ത് ഒന്നും കൂടുതൽ സമയങ്ങളുണ്ടാവും. ഒരു രാജ്യത്ത് ഒന്നും കൂടുതൽ സമയങ്ങളുണ്ടായ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്? രാജ്യവ്യാപകമായി വരുന്ന വിമാനയാത്രാ സമയക്രമം തയ്യാറാക്കാൻ കഴിയില്ല, തീവണ്ടി യാത്രാ സമയക്രമം തയ്യാറാക്കാൻ കഴിയില്ല, റേഡിയോ പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് നൽകാൻ കഴിയില്ല, ടെലിവിഷൻ പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് നൽകാൻ കഴിയില്ല, രാജ്യവ്യാപകമായുള്ള പരീക്ഷകൾ നടത്താൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയായിട്ട് നോക്കുക, നമ്മൾ ഈ ഒരു രാജ്യം, ഒരു വലിയ രാജ്യം സങ്കല്പിച്ചത്. ഇപ്പൊ ഒരു രാജ്യം കാണുന്നത് ഒരു രാജ്യം. ഈ രാജ്യങ്ങളുടെ കടന്നു പോകുന്ന സമയമേഖല നോക്ക്. 75 കടന്നു പോകുന്നുണ്ട്, 90 കടന്നു പോകുന്നുണ്ട്, 105 കടന്നു പോകുന്നുണ്ട്. ഇല്ലേ? ഇപ്പൊ ഗ്രീൻസിലേക്ക് അടിസ്ഥാനമാക്കിയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും സമയം കണക്കാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗ്രീൻസിലേക്ക് 8 മണിയാണെങ്കിൽ ഇപ്പൊ ഈ രാജ്യത്ത് 75 കടന്നു പോകുന്ന സ്ഥലത്ത് 1 മണിയാണ്, 90 കടന്നു പോകുന്ന സ്ഥലത്ത് 2 മണിയാണ്, ഈ 105 കടന്നു പോകുന്ന സ്ഥലത്ത് 3 മണിയായിരിക്കും. അല്ലേ? ആണ്. എങ്കിൽ ഈ 75 90 ഇടയിലുള്ള കറക്റ്റ് സെന്ററിൽ ഇവിടെ സമയം 1:30. ഇവിടെ 2 മണി, ഇവിടെ 1 മണി, ഇവിടെ 1:30. ഇതിന്റെ കറക്റ്റ് സെന്ററിൽ ഇവിടെ 2:30. അല്ലേ? എങ്കിൽ ഇവിടെ 1:15, ഇവിടെ 1:15, ഇവിടെ 2:15, ഇവിടെ 2:30. അപ്പൊ ആ രാജ്യത്ത് ഒരുപാട് സമയങ്ങൾ ഉണ്ടാവില്ലേ? ബുദ്ധിമുട്ടല്ലേ? ആണ്. ഇത് ഒഴിവാക്കാൻ ചെയ്തത് എല്ലാ രാജ്യങ്ങളുടെയും ഏകദേശം മധ്യഭാഗത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ആ രാജ്യത്തിന്റെ സമയം നിർണ്ണയിക്കുന്നത്. എല്ലാ രാജ്യങ്ങളുടെയും ഏകദേശം മധ്യഭാഗത്തിലൂടെ, കേന്ദ്രഭാഗത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ആ രാജ്യത്തിന്റെ സമയം നിർണ്ണയിക്കുക. ഇങ്ങനെ രാജ്യങ്ങളുടെ മധ്യഭാഗത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശത്തെ വിളിച്ച പേരാണ് മാനക രേഖാംശം. എന്താ വിളിച്ചത്? മാനക രേഖാംശം. ആ രേഖയുടെ സമയമാണ് ആ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് സമയം, മാനക സമയം. സ്റ്റാൻഡേർഡ് സമയം, മാനക സമയം. ഒന്നുകൂടി, എല്ലാ രാജ്യങ്ങളുടെയും ഏകദേശം മധ്യഭാഗത്തിലൂടെ, കേന്ദ്രഭാഗത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ആ രാജ്യത്തിന്റെ സമയം നിർണ്ണയിക്കുന്നത്. ഇങ്ങനെ രാജ്യങ്ങളുടെ മധ്യഭാഗത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ വിളിച്ച പേരാണ് മാനക രേഖാംശം. ആ രേഖയുടെ സമയത്തെ വിളിച്ച പേരാണ് മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് സമയം. കിട്ടിയോ? ഒരു വർഷം ചോദിച്ചു എന്താണ് മാനക സമയം, സ്റ്റാൻഡേർഡ് സമയം എന്താണെന്ന് ചോദിച്ചു. ആൻസർ: എല്ലാ രാജ്യങ്ങളുടെയും ഏകദേശം മധ്യഭാഗത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ആ രാജ്യത്തിന്റെ സമയം നിർണ്ണയിക്കുന്നത്. ഇങ്ങനെ രാജ്യങ്ങളുടെ മധ്യഭാഗത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ വിളിച്ച പേരാണ് മാനക രേഖാംശം. ആ രേഖയുടെ സമയത്തെ വിളിച്ച പേരാണ് മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് സമയം. അങ്ങനെ ആവുമ്പോൾ ഒരു രാജ്യത്ത് ഒരു സമയമല്ലേ ഉണ്ടാവുള്ളൂ. കാരണം രാജ്യത്തിന്റെ മധ്യഭാഗത്തിലൂടെ, കേന്ദ്രഭാഗത്തിലൂടെ കടന്നു പോകുന്ന രേഖ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു രാജ്യത്ത് കോമൺ ടൈം, എല്ലാവർക്കും ഒരേ സമയാവൂലേ? ആവും. ഇങ്ങനെയാണ് സമയം കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ഓരോ രേഖാംശത്തെ അടിസ്ഥാനമാക്കി സമയം നിർണ്ണയിച്ചാൽ ഒരു രാജ്യത്തോട് ഒന്നിൽ കൂടുതൽ രേഖാംശങ്ങൾ കടന്നു പോയേക്കാം. അപ്പൊ ഒരുപാട് സമയങ്ങൾ ഉണ്ടാവും. ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് നേരത്തെ ഡിസ്കസ് ചെയ്ത ഭാഗമാണ്. മനസ്സിലായോ? ആ ഭാഗം വായിച്ചു നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞത് പ്രാദേശിക സമയം. പ്രാദേശിക സമയം കണക്കാക്കിയാൽ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് നമ്മൾ സമയം കണക്കൂട്ടുന്നത്, ഗ്രീൻസ് രേഖ, ഗ്രീൻസ് സമയം, പ്രൈം മെറിഡിയൻ, മാനക രേഖാംശം, സ്റ്റാൻഡേർഡ് സമയം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. കൃത്യമായിട്ട് വായിച്ചു നോക്കണം. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്ന ഏരിയ കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കിട്ടിയില്ലേ? അടുത്തതിലേക്ക് പോവാം. അടുത്താണ് ഇന്ത്യൻ മാനക രേഖാംശം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്ര ഡിഗ്രിയാണ്? ഇന്ത്യ ഏത് രേഖയെ അടിസ്ഥാനമാക്കിയാണ് സമയം കണക്കാക്കുന്നത്?
ഏത് രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ സമയം കണക്കാക്കുന്നത് എന്നൊരു ചർച്ചാ വിഷയം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം, ലോക ഭൂപടം. ഇതാണ് ഗ്രീൻസ് രേഖ. ഞാൻ അടയാളപ്പെടുത്തിയ രേഖയാണ് ഗ്രീൻസ് രേഖ. ഇത് കിഴക്ക് ഭാഗമാണെന്നും ഇത് പടിഞ്ഞാറ് ഭാഗമാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. എന്റെ ചോദ്യം, ഗ്രീൻസ് രേഖയുടെ ഏത് വശത്താണ്, ഏത് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? ഇത് ഗ്രീൻസ് രേഖ, ഇത് ഈ ഭാഗം കിഴക്ക് ഭാഗം, ഈ ഭാഗം പടിഞ്ഞാറ് ഭാഗം. ഗ്രീൻസ് രേഖയുടെ ഏത് ദിശയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക് അല്ലേ? ഓക്കെ. അപ്പോ കിഴക്ക് രേഖാംശം ഇന്ത്യന്റെ ഇവിടുത്തെ ഇന്ത്യ രാജ്യമാണ് ലോകത്ത് വലുപ്പത്ത് 7ാം സ്ഥാനമുണ്ട്. ആ ഇന്ത്യയിൽ ഇവിടെയാണ് ഒരറ്റം, ഗുജറാത്തിന്റെ ഭാഗം. ഒരറ്റം ഇവിടെ കിടക്കുന്നു, അരുണാചൽ ഈ ഭാഗം, രണ്ടറ്റങ്ങൾ. അതിൽ നിന്ന് ഈ അറ്റം ഗുജറാത്തിന്റെ ഭാഗത്തുള്ള ഈ ഭാഗത്തിന്റെ ഡിഗ്രിയാണ് കിഴക്ക് രേഖാംശമാണ്, പൂർവ്വ രേഖാംശം. ആ കിഴക്ക് രേഖാംശം 68 ഡിഗ്രിയാണ്. ഇവിടെ 68 ഡിഗ്രിയാണ്. 68 എന്ന് പറയുന്നത് ഈ 60ന്റെയും 75ന്റെയും ഇടയിൽ വരും. 68 പറയുമ്പോൾ 60ന്റെയും 75ന്റെയും ഇടയിൽ വരും 68. പിന്നെ ഈ അറ്റം 97 ഡിഗ്രിയാണ്. 97 എന്ന് പറയുമ്പോൾ 90 105ന്റെ ഇടയിൽ നമ്മുടെ. അപ്പൊ ഇതാണ് 68 ഇവിടെ, ഇത് 97 ഡിഗ്രി. 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി കിഴക്കുള്ള ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇന്ത്യയുടെ കേന്ദ്ര ഭാഗത്തൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണെന്നാണ് കണ്ടെത്തുന്നത്. കണ്ടെത്താ മാർഗം 68 ഇവിടെ ഈ അറ്റം 68 ഡിഗ്രി, ഈ അറ്റം 97 ഡിഗ്രി. അപ്പൊ അതിനൊരു മിഡ് പോയിന്റ്, മധ്യ വാല്യൂ കണ്ടുപിടിക്കണം. അത് എത്ര ഡിഗ്രിയാണെന്നുള്ളതാണ് കണ്ടെത്തുന്നത്. നോക്കാം. 97 മൈനസ് 68. ഈ 97 60 മൈനസ് ചെയ്ത് നോക്കാം. അത് മൈനസ് ചെയ്യാനൊന്നും പരീക്ഷ ചോദിക്കില്ല കേട്ടോ. എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞത്, ഒരിക്കലും എങ്ങനെ കിട്ടിയെന്ന് പരീക്ഷ ചോദിക്കില്ല, മനസ്സിലാവാൻ മാത്രം പറയാം. 7 പോകില്ല, എന്താ ചെയ്യാ? ഇതൊന്നും കടം വാങ്ങും. അപ്പൊ 17 8 പോയത്ര 9. ഓക്കെ, അവിടെ ഇനി ഇവിടെ എത്രയുള്ളത്? 8. 8 4 പോയല്ലേ 2. അപ്പോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 68 നിന്ന് 97ലേക്കുള്ള വ്യത്യാസം എത്രയാണ്? 29 ഡിഗ്രി. ഇവിടുന്ന് ഇതുവരെയുള്ള വ്യത്യാസം 29 ഡിഗ്രി. ആ 29നെ 2 കൊണ്ട് ഹരിക്കുക, എന്നാൽ പകുതിയാക്കുക. 30ന്റെ പകുതി 15ആണ്. അപ്പൊ 28ന്റെ പകുതി 14 ആണ്. അപ്പൊ 29ന്റെ പകുതി കാലം 14.5 അല്ലേ? 14. എന്ത് ചെയ്യാം? ഈ 68ലേക്ക് കൂട്ടി വെക്കുക. 68ലേക്ക് 14.5 കൂട്ടിയാൽ ഇത് കിട്ടും. അല്ലെങ്കിലോ 97 നിന്ന് 14.5 കുറക്കുക, മൈനസ് ചെയ്യുക, അപ്പോൾ ഇത് കിട്ടും. ഏതാണ് എളുപ്പം? കൂട്ടുക. കുറക്കാൻ അറിയാലേ? ഓക്കെ, എന്നാ കുറച്ച് വെക്കുക, കൂട്ടി വെക്കുക. അതാണ് എളുപ്പം. 68 പ്ലസ് 14.5 0.5 8 4 12ക്ക് 2 ബാലൻസ് 1 6 1 7 7 1 8 82 ഡിഗ്രി. ഇന്ത്യൻ മാനക രേഖാംശം എത്ര ഡിഗ്രിയാണ്? 82 ഡിഗ്രി കിഴക്ക്. ചോദിക്കും പരീക്ഷത്ത്, ഇന്ത്യൻ സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖ അടിസ്ഥാനമാക്കിയാണ്? 82 ഡിഗ്രി കിഴക്ക്, 82 ഡിഗ്രി പൂർവ്വ രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ സമയം കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് ആ രേഖയെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ സമയം കണക്കാക്കാൻ കാരണം? ഇന്ത്യയുടെ മധ്യഭാഗത്ത് കടന്നു പോകുന്ന രേഖയാണ്. അതുകൊണ്ട് ആ രേഖ അടിസ്ഥാനമാക്കി ഇന്ത്യൻ സമയം കണക്കാക്കുന്നു. ആ രേഖ പ്രധാനപ്പെട്ട പട്ടണമാണ് അലഹബാദ്. അപ്പൊ 82 ഡിഗ്രി കിഴക്ക് രേഖാംശം അലഹബാദിലൂടെ കടന്നു പോകുന്ന രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ സമയം കണക്കാക്കുന്നത്. ആ രേഖയെ വിളിച്ച പേരാണ് ഇന്ത്യൻ മാനക രേഖാംശം. ആ രേഖ എന്താ വിളിക്കുക? ഇന്ത്യൻ മാനക രേഖാംശം. ആ രേഖയുടെ സമയത്തെ വിളിച്ച പേരാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം, ഇന്ത്യൻ മാനക സമയം. കിട്ടിയോ? ചോദിക്കും പരീക്ഷ റിപ്പീറ്റ് ചെയ്ത വാക്കാണ്. ഇന്ത്യൻ മാനക രേഖാംശം എത്ര ഡിഗ്രിയാണ്? എത്ര ഡിഗ്രിയാ? 82 ഡിഗ്രി കിഴക്ക്.
എന്തുകൊണ്ടാണ് ആ രേഖ അടിസ്ഥാനമാക്കി ഇന്ത്യൻ സമയം കണക്കാക്കുന്നത്? ഇന്ത്യയുടെ ഏകദേശം കേന്ദ്ര ഭാഗത്തിലൂടെ മധ്യഭാഗത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയാണ്. അതുകൊണ്ട് ആ രേഖ അടിസ്ഥാനമാക്കി ഇന്ത്യൻ സമയം കണക്കാക്കി. ചോദിച്ചായിരിക്കൂലേ? അടുത്തത്, ഇന്ത്യൻ സമയവും ഗ്രീൻസ് സമയം തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂറാണ്. ഇന്ത്യൻ സമയവും ഗ്രീൻസ് സമയം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5.5 മണിക്കൂർ. നോക്കാം. 82 പറഞ്ഞാൽ കറക്റ്റ് ഇവിടെ വരും. 82 ഡിഗ്രി കിഴക്ക് നമ്മുടെ വരിക. ഈ 75-ന് 90 ഇടയിൽ. ഇത് 68 ഡിഗ്രിയാണ്, 97 ഡിഗ്രിയാണ്. ഇതിന്റെ രണ്ട് അറ്റങ്ങളാണ് ഈ അടയാളപ്പെടുത്തിയത്. ഇത് 68 ഡിഗ്രി, ഇത് 97 ഡിഗ്രി. രണ്ടിനടിയാണ് ഇവിടെയാണ് 82 ഡിഗ്രി ഉണ്ടാകുക. ഈ 82 ഡിഗ്രിയുള്ള ഇന്ത്യയിലെ സമയവും ഗ്രീൻ സമയം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പഠിക്കേണ്ടത്. 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. 5.5 മണിക്കൂർ. ഈ 82 പറഞ്ഞാല് 75-ന് 90 ഇടയിലെ കറക്റ്റ് മിഡ് പോയിന്റ് ആണ്. 75-ന് 90 ഇടയിലെ കറക്റ്റ് സംഖ്യയാണ്, കറക്റ്റ് മധ്യഭാഗമാണ് 82 പറഞ്ഞ. വഴി തെളിയിച്ചേരാ. 75-ഉം 90-ഉം തമ്മിലുള്ള വ്യത്യാസത്തിലാണ് 75-ഉം 90-ഉം തമ്മിലുള്ള വ്യത്യാസം 15. ഓക്കെ, 15ന്റെ പകുതി എത്ര? 7.5. ഓക്കെ, ഈ 75-ക്ക് 7.5 കൂട്ടി നോക്കി. 75-ലേക്ക് 7.5 കൂട്ടി നോക്കുക. 76, 77, 78, 81, 82. ആരെയും കൂടി കൂട്ടുക. അപ്പൊ 82 കറക്റ്റ് കിട്ടിയില്ലേ? 82.5 കിട്ടിയില്ലേ? അപ്പൊ ഈ 75-ന് 90 കറക്റ്റ് മിഡ് പോയിന്റ് ആണ്. ഇനി ഈ 75-ലെ സമയം 1 മണിയാണ് സങ്കല്പിക്കുക. അപ്പൊ 90 സമയം 2 മണിയാണ് എങ്കിൽ 75-ഉം 90-ഉം തമ്മിലുള്ള സമയ വ്യത്യാസം 1 മണിക്കൂർ. 75 ഡിഗ്രിയും 90 ഡിഗ്രിയും തമ്മിലുള്ള സമയ വ്യത്യാസം 1 മണിക്കൂർ ആണെങ്കിൽ 75-ൽ നിന്ന് കറക്റ്റ് മധ്യഭാഗത്തേക്ക് 90 അടികളുടെ ഈ കറക്റ്റ് മധ്യഭാഗത്തേക്കുള്ള സമയ വ്യത്യാസം 1/2 മണിക്കൂറേക്കാണ്. അഥവാ 30 മിനിറ്റ് ആയിരിക്കും അല്ലെ? ഇവിടുന്ന് 1 മണിക്കൂർ ആണെങ്കിൽ കറക്റ്റ് മധ്യഭാഗത്തേക്ക് 1/2 മണിക്കൂർ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇവിടെ നിന്നിട്ട് 1/2 മണിക്കൂർ, ഇങ്ങോട്ടാകുമ്പോ 1.5 മണിക്കൂർ, 2.5 മണിക്കൂർ, 3.5 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ. കിട്ടിയോ? ഇതല്ലേ ഗ്രീൻസ്. അപ്പൊ ഇന്ത്യയിലെ സമയവും ഗ്രീൻസ് സമയവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5.5 മണിക്കൂർ. എന്ന് വെച്ചാൽ ഇന്ത്യൻ സമയത്തേക്കാൾ 5.5 മണിക്കൂർ പിന്നിലാണ് ഗ്രീൻസ് സമയം. അല്ലെങ്കിൽ ഗ്രീൻസ് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം. കിട്ടിയോ? ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചായിരുന്നില്ലേ? വളരെ പ്രധാനപ്പെട്ട ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ക്ലാസ് കണ്ടതിന് ശേഷം പുസ്തകം കൃത്യമായിട്ട് വായിക്കണം, നന്നായി പഠിക്കുകയും വേണം. ഓക്കെ.